വിവിധ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന പൊതുപണിമുടക്ക് വമ്പിച്ച വിജയമായി എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. നിങ്ങൾ ഓരോരുത്തരും അത് അനുഭവിച്ചവരാണ്. അതിമനോഹരമായ ഒരു പണിമുടക്കായിരുന്നു. പണിമുടക്കിയവർ മാത്രമല്ല, പണി ചെയ്യാൻ താല്പര്യമുള്ളവരും കൂടി തടഞ്ഞുകൊണ്ട് ആരും പണിയെടുക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി നടത്തപ്പെട്ട പണിമുടക്കല്ല, സത്യത്തിൽ ഒരു ഹർത്താലായിട്ട് അത് പരിണമിച്ചു. KSRTC ബസ്സുകൾ ഓടിക്കാം എന്നൊരു അഭിപ്രായം ബഹുമാനപ്പെട്ട മന്ത്രി KB ഗണേഷ് കുമാറിനുണ്ടായിരുന്നു. പക്ഷേ ഇടതുമുന്നണിയിലെ വിപ്ലവ പാരമ്പര്യമുള്ള നേതാക്കന്മാരെല്ലാവരും കൂടി ചേർന്ന് ഗണേഷ് കുമാറിനെ അടിച്ച് ഒരു മൂലയ്ക്ക് ഇരുത്തി. ഗണേഷ് കുമാറിൻ്റെ അച്ഛനായ സാക്ഷാൽ കീഴൂട്ട് ബാലംപിള്ള വിചാരിച്ചിട്ട് KSRTC നന്നാക്കാൻ നോക്കി പറ്റിയിട്ടില്ല. പിന്നെയാണ് ഈ ഇന്നലെ മുളച്ച ഗണേഷ് കുമാർ. അദ്ദേഹം അഭിപ്രായം മടക്കി പോക്കറ്റിലിട്ട് താടി സലാമത്താക്കി പോയി കളഞ്ഞു. അതുതന്നെയാണ് ബാക്കി ആളുകൾക്കും ഉണ്ടായ അനുഭവം. ഈ പൊതുപണിമുടക്കിനെ എതിർക്കുന്നവരൊക്കെ കരിങ്കാലികളും കേന്ദ്രത്തിൻ്റെ ജനവിരുദ്ധ തൊഴിൽ നയത്തെ അനുകൂലിക്കുന്നവരുമാണ് എന്ന ഒരു നറേറ്റീവ് കുറഞ്ഞപക്ഷം കേരളത്തിലെങ്കിലും ഉണ്ടാക്കി വിജയിപ്പിക്കാൻ ഇതിൻ്റെ നേതാക്കന്മാർക്ക് സാധിച്ചു. ഈ കേന്ദ്രം പാസ്സാക്കിയ ലേബർ കോഡിൽ എതിർക്കപ്പെടേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. അതിനെതിരെ പണ്ട് 2 ദിവസം നീണ്ടു നിൽക്കുന്ന വമ്പിച്ച ഒരു പൊതുപണിമുടക്ക് നടത്തിയതുമാണ്. 3-4 കൊല്ലം മുമ്പാണ്. അതെല്ലാവരും മറന്നുപോയി. ഈ കേന്ദ്രം തന്നെ മറന്നുപോയി. ലേബർ കോഡ് പാസ്സാക്കിയ കേന്ദ്രം പാസ്സാക്കിയ കാർഷിക നിയമങ്ങൾ പഞ്ചാബിലെ സിംഗന്മാരുടെ എതിർപ്പിനെ തുടർന്ന് നടപ്പാക്കിയില്ല, അത് പിൻവലിച്ചു. കേന്ദ്രം പാസ്സാക്കിയ ലേബർ കോഡ് പാസ്സാക്കിയിട്ട് കൊല്ലം 4 നാളിതുവരെ നടപ്പാക്കിയിട്ടില്ല. ഇനി നടപ്പാക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഉള്ള ലേബർ നിയമമൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 2ാം മോഡി സർക്കാരിൻ്റെ കാലത്ത് ഇത് നടപ്പാക്കിയില്ല. 3ാം മോഡി സർക്കാർ നടപ്പാക്കുന്ന മട്ട് കാണാനില്ല. ഇനി കേന്ദ്രം മറന്നുപോയെങ്കിൽ അവർ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനൊരു പൊതുപണിമുടക്ക് നടത്തിയത് എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ഇവിടുത്തെ പണിമുടക്കിൻ്റെ വാർത്തകൾ വായിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഇത് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് നാളെ തൊട്ട് വേണമെങ്കിൽ നടപ്പാക്കാം. നടപ്പാക്കിയത് തന്നെയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ സിംഗന്മാരില്ലാത്തതുകൊണ്ട് നമുക്ക് വഴിതടയൽ സമരം നടത്തിയിട്ടോ അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് ട്രാക്ടറിൽ കയറി പോയിട്ടോ അവിടെ ഭരണകൂടത്തെ നിശ്ചലമാക്കാൻ പറ്റുകയില്ല. അങ്ങനൊരു പരാധീനതയുണ്ട്. ഏതായാലും ഈ പൊതുപണിമുടക്ക് ഏതാണ്ട് ഹർത്താലായി മാറി എന്ന് മാത്രമല്ല, പെട്ടിക്കടകളടക്കം ഇന്ന് തുറന്നിരുന്നില്ല. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ദേശം കവലയിലെത്തുമ്പോൾ വാഹനങ്ങൾ വളരെ കുറവാണ്. സ്വകാര്യ വാഹനങ്ങൾ തന്നെ ഓടുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ പാടില്ല എന്ന് സഖാവ് രാമകൃഷ്ണൻ്റെ ഒരു ഫത്വ ഇന്നലെ വൈകുന്നേരം പുറത്തു വന്നിരുന്നു. അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ കാറോ അല്ലെങ്കിൽ 2 വീലറൊക്കെ എടുത്ത്. അപ്പോൾ ഞാൻ ദേശം കവലൊക്കെ നിന്നപ്പോൾ മിക്കവാറും കുറച്ച് നേരം നിന്ന് വീട്ടിൽ പോകേണ്ടി വരും എന്നാണ് വിചാരിച്ചെങ്കിലും ഒരു ചുവന്ന നിറമുള്ള കാറ് വന്ന് എൻ്റെ അടുത്ത് നിർത്തി. അതിൻ്റെ ഡോറ് തുറന്നപ്പോൾ ചുവന്ന ജേഴ്സി ധരിച്ച ഒരു ചെറുപ്പക്കാരനാണ് ഇത് ഓടിക്കുന്നത്. അത് എന്നോട് ചോദിച്ചു, സഖാവ് ആലുവക്കല്ലേ, കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച വല്ല CPI ആയിരിക്കും എന്നാണ്. കാറ് കയറിയപ്പോഴും മനസ്സിലായത് അദ്ദേഹം CPI കാരനല്ല. കാർ ഓടിക്കുന്ന ചെറുപ്പക്കാരൻ CPM കാരനാണ്. അതേ DYFIയുടെ എന്തോ ഭാരവാഹിയായിരുന്ന ആളാണ്. ഇപ്പോൾ പാർട്ടി മെമ്പറാണ്. പാർട്ടി എന്ന് വെച്ചാൽ CPI അല്ലട്ടോ, CPM പാർട്ടി മെമ്പറായിട്ടുള്ള ഒരാൾ എന്നെ അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റി. അതും കറുത്ത കാറല്ല, മഞ്ഞക്കാറല്ല, നീലക്കാർ പോലും അല്ല, അത് ചുവന്ന കാറാണ്. അദ്ദേഹത്തിൻ്റെ ചുവന്ന കാറിൽ കയറ്റി എന്നെ ആലുവയിലെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ വിട്ടു. പുള്ളി വേണമെങ്കിൽ പുളിഞ്ചോട്ടിൽ ഇറക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എന്നെ ആലുവയിൽ വിട്ടാൽ മതി. അങ്ങനെ ആലുവയിൽ ഇറങ്ങുമ്പോഴാണ് കോരിത്തരിപ്പിക്കുന്ന വേറൊരു കാഴ്ച ഞാൻ കണ്ടത്. ഈ ബാങ്ക് ഓഫ് കുവൈറ്റ് ആൻഡ് ബഹ്റിൻ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതിൻ്റെ ഒരു ബ്രാഞ്ച് ഈ മെട്രോ സ്റ്റേഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. നമ്മുടെ ഫെഡറൽ ബാങ്ക് മാത്രമല്ല, കാത്തലിക് സിറിയൻ ബാങ്ക് മാത്രമല്ല, നെടുമ്പാശ്ശേരി കോപ്പറേറ്റീവ് ബാങ്ക്, ചെങ്ങമനാട് സർവീസ് സഹകരണ ബാങ്ക് മാത്രമല്ല, ബാങ്ക് ഓഫ് ബഹ്റിൻ ആൻഡ് കുവൈറ്റ് വരെ പൂട്ടിക്കിടക്കുകയാണ്. ഔടാ, ഇത് സാമ്രാജ്യത്വ ശക്തികൾക്ക് തന്നെ ഒരു വലിയ തിരിച്ചടിയാണല്ലോ എന്നൊരു കോരിത്തരിപ്പോടുകൂടി, ഒരു ഉൾപ്പുളകത്തോടു കൂടി ഞാൻ മെട്രോയുടെ എസ്കലേറ്റർ കയറി 1ാം നിലയിലെത്തി. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കടന്ന് ലിഫ്റ്റിൽ കയറുകയാണ് പ്ലാറ്റ്ഫോമിലേക്ക് പോകാനായിട്ട്. ലിഫ്റ്റിൽ കയറുന്ന സമയത്താണ് ആലുവ UC കോളേജിലെ ഒരു റിട്ടയർ ചെയ്ത പ്രൊഫസറും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കൂടി അതേ ലിഫ്റ്റിൽ കയറും. ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. സാറേ ഇവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തിരുവല്ലക്കാരനാണ്. പുള്ളി പറഞ്ഞു, ഒന്ന് LEC ആശുപത്രി വരെ പോകുക, ഇന്ന് ഡയാലിസിസ് ഉണ്ടേ. അപ്പം ഞാൻ അന്തം വിട്ടുപോയി.
ഈ പാവം മനുഷ്യനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും എത്ര പാടുപെട്ടായിരിക്കും ഈ മെട്രോ സ്റ്റേഷൻ വരെ എത്തിയത്. ഇനി അവിടെ നിന്ന് മെട്രോയിൽ കയറി എറണാകുളം ടൗൺ ഹാൾ എന്ന് പറഞ്ഞ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഈ തീക്കുന്തം വെയിലത്ത് കാൽനടയായിട്ട് വേണം ലിസി ആശുപത്രിയിലേക്ക് പോകാൻ. അവിടെ നിന്ന് ഡയാലിസിസ് കഴിഞ്ഞാലും ഇതേ മാർഗത്തിൽ തന്നെ വേണം തിരിച്ചു വരാനായിട്ട്. ഏതായാലും പൊതുപണി ഉറക്കൂട്ടി ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരു ചെറിയ വൈക്ലഭ്യം എനിക്ക് നേരിട്ടു. ഞാൻ അദ്ദേഹത്തിനാണോ അതോ ശ്രീമതിക്കാണോ ഡയാലിസിസ് ചോദിച്ചില്ല. രണ്ടായാലും ബുദ്ധിമുട്ട് തുല്യമാണ്. ഇദ്ദേഹത്തിന് ഒരു 70 വയസ്സിന് മേൽ പ്രായമുണ്ട്, 75 കാണും. അപ്പോൾ അത്ര പ്രായമുള്ള ആളാണ്. ഇവർ രണ്ടുപേരും കൂടി പോകുന്നു. ഞാൻ അത് കഴിഞ്ഞ് എറണാകുളത്ത് വന്നിറങ്ങി MG റോഡ് ഇറങ്ങി ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഗ്രീൻലേസ് ബാങ്ക് പൂട്ടിക്കിടക്കണേ. എനിക്ക് പിന്നെയും പുളകമുണ്ടായി. കാരണം എന്ന് വെച്ചാൽ ഇവൻ ആഗോള കുത്തകയാണ്. ഗ്രീൻലേസ് ബാങ്ക് പൂട്ടിക്കിടക്കുന്നു. അപ്പോൾ കുത്തകൾക്ക് സാമ്രാജ്യത്വ ശക്തികൾക്ക് വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്ന രോമാഞ്ചത്തോടുകൂടി ഞാൻ വക്കീൽ ഓഫീസിലെത്തി. അവിടെ ചെല്ലുമ്പോഴത്തേക്കും 2 കോടതികൾ ഇല്ല എന്നുള്ള വിവരമാണ്. തിരുവനന്തപുരത്തുള്ള സഹകരണ ആർബിട്രേഷൻ കോടതി, അവിടെ സിറ്റിംഗ് ഇല്ല, ഇന്നുള്ള കേസുകളൊക്കെ വേറെ ദിവസത്തേക്ക് മാറ്റുന്നതായിരിക്കും, ജീവനക്കാരെ എത്തിയിട്ടില്ല എന്ന സന്ദേശം നമ്മുടെ വാട്സപ്പിൽ വന്നു. അത് കഴിഞ്ഞ് എറണാകുളം ലേബർ കോടതിയിലും പറയത്തക്ക ജോലിക്കാരും വന്നിട്ടില്ല, വക്കീലന്മാർ വന്നിട്ടില്ല, കക്ഷികൾ വന്നിട്ടില്ല. ജഡ്ജി എല്ലാ കേസുകളും മാറ്റി. അത് കഴിഞ്ഞ് കുടുംബ കോടതിയിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. അവിടെ ജഡ്ജിയുണ്ട്, വക്കീലന്മാർ കുറവാണ്, കക്ഷികൾ തീരെയില്ല. അങ്ങനെ അവിടുത്തെ ബുദ്ധിമുട്ട് കഴിഞ്ഞു. പക്ഷേ ഹൈക്കോടതി പ്രവർത്തിക്കുന്നുണ്ട്. ഹൈക്കോടതിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. വക്കീലന്മാരുമുണ്ട്, ജഡ്ജിമാരുമുണ്ട്, കേസുകളുമുണ്ട്. ആ കേസുകൾ നിരന്തരമായിട്ട് കേസുകൾ വിളിക്കുന്നു, കേസുകൾ വാദം കേൾക്കുന്നു, വിധി പറയാനുള്ളത് വിധി പറയുന്നു, അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ പൊതുപണിമുടക്ക് ഹൈക്കോടതിയെ ബാധിക്കാത്തത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കുടുംബ കോടതിയും ലേബർ കോടതിയും ആർബിട്രേഷൻ കോടതിയൊക്കെ പൂട്ടാമെങ്കിൽ ഹൈക്കോടതിയും പൂട്ടേണ്ടതാണ്. ഹൈക്കോടതിക്ക് മാത്രം എന്താ വിശേഷം? അതുകൊണ്ട് കുറഞ്ഞ പക്ഷം CPMകാരായിട്ടുള്ള വക്കീലന്മാരെങ്കിലും പണിമുടക്കിൽ പങ്കെടുത്ത് ഈ സ്ഥാപനത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ് പ്ലീഡർമാരാരും കോടതിയിൽ കയറുകയില്ല, ഞങ്ങൾ ഹർത്താൽ വിജയിപ്പിക്കാൻ പോകുന്നു, ഞങ്ങൾ പൊതുപണിമുടക്കിൽ പങ്കെടുക്കുന്നു എന്നൊരു നിലപാടെടുത്തിരുന്നെങ്കിൽ ഹൈക്കോടതിയുടെ പ്രവർത്തനം മൊത്തമായിട്ട് തടസ്സപ്പെടുമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അതുപോലെ ഈ സമരം ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഡയസ്നോൺ ഏർപ്പെടുത്തും എന്നൊരു വാർത്ത കണ്ടു. ഡയസ്നോൺ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ സമരം എങ്ങനെ വിജയിക്കും? ആളുകൾ ശമ്പളത്തോടെ സമരം ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ശമ്പളം കളഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇതുപോലെയുള്ള പണിമുടക്ക് വിജയിപ്പിക്കാൻ വേണ്ടി വരുമോ? ഇനി വരാതെ പണിമുടക്കിൽ പങ്കെടുക്കാതിരുന്ന ആളുകൾ തന്നെയും ഒരു ദിവസം ശമ്പളം പോയല്ലോ എന്ന് കരുതിയിട്ട് ഈ TP രാമകൃഷ്ണൻ, ഏളമരം കരീമിനെയൊക്കെ പ്രാഗായിരിക്കും വീട്ടിലിരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഡയസ്നോൺ ദിവസത്തെ ഡയസ്നോൺ റദ്ദാക്കി ഈ സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ പൊതുപണിമുടക്ക് വിജയിപ്പിക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്ത എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥ സഖാക്കളെയും അഭിനന്ദിക്കും. അവരുടെ ഒരു ദിവസം ശമ്പളത്തിന് പകരം 2 ദിവസം ശമ്പളം കൊടുക്കുക, അവർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴും ഈ അധ്യാപകൻ്റെ കാര്യം ഇന്നിങ്ങനെ അതാലോചിച്ച് എനിക്ക് വിഷമം തോന്നി. സത്യത്തിൽ ഈ അധ്യാപകൻ്റെ കുഴപ്പമല്ല, നേരെ സർക്കാരിൻ്റെ കുഴപ്പമല്ല, പണിമുടക്കുകാരുടെ കുഴപ്പമല്ല. ഇത് ലിസി ആശുപത്രിക്കാരുടെ മാത്രം തെറ്റാണ്. സത്യത്തിൽ ഈ പൊതുപണിമുടക്ക് ദിവസം ലിസി ആശുപത്രി എന്തിനു തുറന്ന് പ്രവർത്തിക്കുന്നത്? ആശുപത്രി ഇവർക്ക് പൂട്ടിയിട്ട പോരെ? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഉടമസ്ഥകളിലാണ് എറണാകുളത്തെ ലിസി ആശുപത്രി. താരതമ്യേന കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ കിട്ടുന്ന സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെ ഡയാലിസിസ് നടത്താനൊക്കെ മറ്റ് ഈ പഞ്ചനക്ഷത്ര ആശുപത്രികളെ അപേക്ഷിച്ച് പണം കുറച്ച് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഈ ആളുകൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആശുപത്രികളുടെ പ്രവർത്തനം നമ്മൾ സ്തംഭിപ്പിക്കണം. ലിസി ആശുപത്രി, ലൂർദ് ആശുപത്രി, ഇതൊക്കെ ഈ പൊതുപണിമുടക്കിൻ്റെ അന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കുന്നത്? പത്രം, പാൽ, ആശുപത്രി എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയും. അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ സ്ഥാപനങ്ങളാണ് ആദ്യം പൂട്ടിക്കിട്ടത്. എന്തിനാണ് ഇവർ ഡയാലിസിസ് നടത്തുന്നത്? പൊതുപണിമുടക്കെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വികാരമല്ലേ, കുറഞ്ഞ പക്ഷേ കേരളത്തിൻ്റെ വികാരമല്ലേ. ഈ ലേബർ കോഡ് റദ്ദാക്കേണ്ടത് ലിസി ആശുപത്രിയുടെയും കൂടി ഒരു ആവശ്യമില്ലേ? എന്നിട്ട് അവർ ആ ദിവസം ആശുപത്രി തുറന്ന് പ്രവർത്തിക്കുന്നു. ഇനി വല്ല പട്ടി കടിച്ചവർക്കോ പാമ്പ് കടിച്ചവർക്കോ ചികിത്സ കൊടുക്കണമെങ്കിൽ പോട്ടെ, അത്യാവശ്യ സർവീസാണെന്ന് വിചാരിക്കാം. ആ ദിവസം ഹൃദയ ശസ്ത്രക്രിയ നടത്തും, ആ ദിവസം ഡയാലിസിസ് നടത്തും എന്നൊക്കെ പറഞ്ഞാൽ അത് CITUവിനോട് തന്നെയുള്ളൊരു വലിയ വെല്ലുവിളിയാണ്. അതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. അപ്പോൾ ഇനി മുതൽക്ക് സഖാവ് കളമര എരീമിനോടും
അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ബാക്കി സഖാക്കളോടും എനിക്ക് പറയാനുള്ളത്, ഇതൊരു കാരണവശാലും അനുവദിക്കരുത്. നമ്മൾ ഈ ആശുപത്രികൾ പൂട്ടിക്കണം, അതുപോലെ ഹൈക്കോടതിയും പൂട്ടിക്കണം, അതിൻ്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കണം. നാട്ടിലുള്ള എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞെടുക്കുന്നു, എല്ലാ കോടതികളും പ്രവർത്തനരഹിതമാകും. അപ്പോൾ ഹൈക്കോടതി മാത്രം തുറന്ന് പ്രവർത്തിച്ചാൽ ഹൈക്കോടതി ജഡ്ജിമാർക്ക് അല്ലെങ്കിൽ തന്നെ ഒരു അഹങ്കാരമുണ്ട്, അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. തീർച്ചയായിട്ടും പൂട്ടിക്കണം. ഇനി ലേബർ കോഡ് നടപ്പാക്കിയില്ലെങ്കിലും ഇതുപോലുള്ള സമര പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് നടത്തണം. എന്നിട്ട് ഹൈക്കോടതി അടക്കമുള്ള സകല ബൂർഷ്വ മൂരാച്ചി സ്ഥാപനങ്ങളും പൂട്ടിക്കണം. ഇനി അത് പൂട്ടിയാലും പൂട്ടിയില്ലെങ്കിലും ഈ ലിസി ആശുപത്രി പോലെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ജനറൽ ആശുപത്രി, താലൂക്ക് ആശുപത്രി പോലെയുള്ള സ്ഥാപനങ്ങൾ അത് നിശ്ചയമായിട്ട് പൂട്ടിക്കണം. ഇനി ഹർത്താൽ ദിവസം ആരെങ്കിലും ഒരാളെ പാമ്പ് കടിക്കണമെങ്കിൽ അയാൾ മരിക്കട്ടെന്നേ. അതൊക്കെ കേന്ദ്രത്തിനെതിരായ സമരത്തിൻ്റെ കണക്കിൽ നമുക്ക് എഴുതി ചേർക്കാവുന്നുള്ളൂ. അല്ലാതെ കൊണ്ട് ആശുപത്രിയൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ അത് ഭാവിയിൽ ഈ ഇടതുപക്ഷ തൊഴിലാളി സംസ്കാരത്തോടുള്ളൊരു വലിയ വെല്ലുവിളിയായിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ ഇതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ സമരം വിജയിപ്പിച്ച, പൊതുപണിമുടക്കിനെ വമ്പിച്ച വിജയമാക്കി തീർത്ത എല്ലാ സഖാക്കൾക്കും സഖികൾക്കും എൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.